മത്തൻ ഇല കൊണ്ട് സ്വാദിഷ്ടമായൊരു തോരൻ തയ്യാറാക്കാം. മത്തനിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മത്തൻ്റെ ഇലയിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സിയുടെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ കൂടിയാണ് ഈ ഒരു മത്തനില തോരൻ. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മത്തൻ്റെ ഇല ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മത്തൻ്റെ ഇല കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഇളമായിട്ടുള്ള മത്തനില കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്ത് പോയ ഇല, അതായത് കുറച്ച് ഡാർക്കായിട്ടുള്ള കളറിലുള്ള ഇല എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് നാരുണ്ടാവും. അപ്പോൾ കഴിക്കാനായിട്ട് അത്ര സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഒരു ഇളമായിട്ടുള്ള ഇല എടുക്കുകയാണെങ്കിൽ ഈ ഒരു തോരൻ അധികം നാരൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു തോരൻ. സാധാരണ നമ്മൾ ചീരത്തോരനൊക്കെ വെക്കുന്ന അതേപോലെയുള്ള ഒരു തോരൻ തന്നെയാണ്. അപ്പോൾ മത്തൻ്റെ ആ ഒരു ഇല കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തണ്ടോടുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇതായി കാണുന്ന ആ ഒരു ഇളമായിട്ടുള്ള കുറച്ച് പച്ച നിറത്തിലുള്ള ആ ഒരു ഇല, എന്നാൽ കുറച്ച് ഡാർക്കായിട്ടുള്ള മൂത്ത ഇല ആണെങ്കിൽ അതിൻ്റെ പുറകു വശത്ത് ഇതുപോലെ നാരുണ്ടാവും. മത്തങ്ങയുടെ റെസിപ്പീസൊക്കെ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഇതിനു മുൻപ് മത്തങ്ങ വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്കും അതുപോലെ മത്തങ്ങ പുട്ടിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. മത്തൻ്റെ ഇല എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഈ ഒരു ഇലയിൽ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ വലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചീരയുടെ തണ്ടിലെ നാരെടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു മത്തൻ്റെ ഈ ഒരു തണ്ടിലും നാരൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് തോരൻ കഴിക്കുമ്പോൾ ഈ ഒരു നാരിൻ്റെ ഒരു ഇത് വരില്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു തോരൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നാരെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചീരയുടെ ആ ഒരു തണ്ട് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു മത്തൻ്റെ ആ ഒരു തണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇല കട്ട് ചെയ്യുന്ന സമയത്ത് ഇലയുടെ ആ ഒരു പുറകുവശത്തും ചെറിയ നാരുണ്ടാവും, അതൊന്ന് എടുത്തു മാറ്റാം. ഈ ഒരു ഇളമായിട്ടുള്ള ഇല എടുക്കുമ്പോൾ അധികം അങ്ങനെ നാരുണ്ടാവില്ല. കുറച്ച് മൂത്ത ഇല ആകുമ്പോഴാണ് കുറച്ച് കട്ടിയുള്ള നാരുണ്ടാവുന്നത്. ഇനി നമുക്കൊരു 3-4 ഇല ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഒന്ന് മടക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇലയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 5 ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും എരിവിനായിട്ട് ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തനില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മത്തനില നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ഇതിലേക്ക് സ്റ്റീം വരുമ്പോഴേക്കും ഇതിൻ്റെ ക്വാണ്ടിറ്റി പകുതിയായിട്ട് കുറയും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ തീയിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ എരിവിനായിട്ട് ഞാനിവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് വരെ ചേർക്കാം. ഇനി ഇതെല്ലാം മിക്സറിൻ്റെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മത്തനില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങാക്കൂട്ടിലൊക്കെ നന്നായിട്ട് ആവി കയറി അതുപോലെ മത്തനിലയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ മത്തനില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ സി, വൈറ്റമിൻ എ ഒക്കെ ധാരാളം ഈ ഒരു മത്തനിലയുടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.